കൃപാസനം പ്രസാദകര മാതാവേ, എനിക്ക് വേണ്ടിയും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ. ഞാൻ ആർദ്ര ജോർജ്, മാള, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 9 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഫെബ്രുവരിയിൽ എൻ്റെ കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ ഈ ബിസിനസ് യൂണിറ്റ് പൂട്ടുകയാണ്, ജോലി അവസാനിക്കുകയാണ്. അവർ തന്നെ വളരെ സങ്കടത്തോടു കൂടിയാണ് എന്നോടത് വന്ന് പറഞ്ഞത്. ഞാനും വളരെ തകർന്നു പോയി. കാരണം ഞങ്ങൾക്ക് 6 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് കുഞ്ഞിൻ്റെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ ടൈം ജോലിയിൽ നിന്ന് പാർട്ട് ടൈം ജോലിയിലേക്ക് മാറിയിരുന്നു. ഞാനായിരുന്നു പ്രൈമറി ബ്രെഡ് വിന്നർ. എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ സാമ്പത്തികമായും മാനസികമായും പകച്ചുപോയി. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന് ഫെബ്രുവരി 18-ാം തീയതി ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ കറക്റ്റ് ഡേറ്റോടുകൂടി അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ എനിക്ക് ഞാൻ ചെയ്ത ഡൊമൈനിൽ തന്നെ അതേ സാലറിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാതെ, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകാതെ എനിക്കൊരു ജോലി വാങ്ങി തരണമേ. എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവേ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കണേ വരുന്നത്. അതേപോലെ ഞാനിവിടെ നിൽക്കുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ മൊബൈലിൽ നോക്കി. എനിക്ക് അപ്പോൾ തന്നെ കുറേ ഇൻ്റർവ്യൂ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ഇൻ്റർവ്യൂവിന് മുന്നിലും ഞാൻ ചെല്ലും. എനിക്കറിയാമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഉടമ്പടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. അത് വളരെ കൃത്യനിഷ്ഠമായിട്ട് കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട ഒന്നാണ്. അത് ഞാൻ അതേ വാക്കാൽ ഇവിടെ നിന്ന് പറഞ്ഞ് പഠിച്ച പോലെ, എല്ലാം അറിഞ്ഞ പോലെ അതേപോലെ ചെയ്തു. കറക്റ്റ് സമയത്ത് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും, ബൈബിൾ വായിക്കാനായിട്ട് അങ്ങനെ ഒരു താല്പര്യം കാണിക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ. പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ ഇപ്പോൾ ബൈബിൾ വായന വളരെയധികം കൂടി. ഇത്രയധികം അർത്ഥങ്ങളുണ്ടോ, ഇത്രയും അനുഗ്രഹങ്ങളുണ്ടോ, കർത്താവ് ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കർത്താവ് രക്ഷിക്കും എന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. അതേപോലെ തന്നെ എനിക്ക് വളരെ നല്ലൊരു ജോലിയായിരുന്നു. ആ ജോലി പോകുമെന്ന് ഒരിക്കലും എൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ നാട്ടുകാരോ ആരും വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. എൻ്റെ ഓഫീസിലുള്ളവർ പോലും വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒരു ആക്ഷനുണ്ട്, അതായത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. ഞാനിങ്ങനെ വിചിന്തനം ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തിയും ചെയ്തില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന്, പക്ഷേ എനിക്കെന്തോ അതൊരു ആക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നീ ചെയ്യേണ്ടതാണ്. കാരണം ദൈവം നിനക്ക് തന്ന അനുഗ്രഹം നീ എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ ഡയാലിസിസിന് പൈസ കൊടുക്കാനും, പള്ളിക്ക് പൈസ കൊടുക്കാനും, ഡ്രസ്സുകൾ വിതരണം ചെയ്യാനും, എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാനും, അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കമാണെങ്കിലും ആ ഒരു ഞെരുക്കം ഞാൻ ഒരിടത്തും കാണിച്ചില്ല. കൈയഴിച്ച് എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഉടമ്പടി കാശുരൂപം എൻ്റെ താലിയോടുകൂടെ ഞാൻ ചേർത്ത് വെച്ചു. എൻ്റെ താലിയുടെ അതേ വിശുദ്ധിയിൽ ഞാൻ ഉടമ്പടി കാശുരൂപം ചേർത്ത് വെച്ചു. എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ ചെല്ലുമായിരുന്നു. അങ്ങനെ 4 ഇൻ്റർവ്യൂ എനിക്ക് സെറ്റായി. പക്ഷേ എല്ലാ ജോലി സെറ്റായത് നോയിഡ, ഡൽഹി അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് അങ്ങോട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങനെ ഏപ്രിൽ 7-ാം തീയതി എനിക്ക് നോയിഡയിൽ ഞാനൊരു ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ജോയിനിങ് ഡേറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, PG ബുക്ക് ചെയ്തു. പക്ഷേ ഞാൻ ബാഗ് പാക്ക് ചെയ്തില്ല. എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എനിക്കൊരു അത്ഭുതം പ്രവർത്തിക്കുന്നു. എൻ്റെ കുടുംബം മൊത്തം എൻ്റെ സങ്കടം കണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിനെ വിട്ട് എനിക്ക് പോകാനാവത്തില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മയ്ക്ക് അറിയാമല്ലോ സ്വന്തം കുഞ്ഞിനെ വിട്ട് പോകുന്ന വിഷമം അമ്മയ്ക്ക് അറിയാമല്ലോ, അതിനെനിക്ക് ഇടയാക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഏപ്രിൽ 7-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യേണ്ട, ഏപ്രിൽ 6-ാം തീയതി എനിക്ക് പോകണം. ഞാൻ ഒരു കമ്പനിയെക്കുറിച്ച് ഡ്രീം ചെയ്തിരുന്നു പണ്ട്, എനിക്കിവിടെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ എനിക്ക് ഏപ്രിൽ 2-ാം തീയതി അവിടുന്ന് കോൾ വന്നു. ഏപ്രിൽ 3-ാം തീയതി തന്നെ എനിക്ക് ഇൻ്റർവ്യൂ സെറ്റായി അവിടുത്തെ. ഞാൻ ഓരോ റൗണ്ടിന് മുന്നേയും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, പ്രാർത്ഥന കൂടെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടുത്തെ HR തന്നെ എന്നോട് ചോദിച്ചു, 3-ാമത്തെ റൗണ്ടായപ്പം, പോരെ, നാളെ പോരെ, ഇനി അടുത്ത റൗണ്ട്, നീ സ്ട്രെസ് എടുത്ത് നീ തളർന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇന്ന് തന്നെ നടത്താം. അങ്ങനെ 4 റൗണ്ടും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി.
2 എക്സാം കൂടി ഉണ്ടായിരുന്നു, 2 ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതും എനിക്ക് ഞാൻ അന്ന് തന്നെ അറ്റൻഡ് ചെയ്തു. ഒരു ടെസ്റ്റ് ഞാൻ രാത്രി 12 മണിക്കാണ് ക്ലിയർ ചെയ്തത്. അങ്ങനെ അന്ന് തന്നെ എല്ലാം ചെയ്ത് ഏപ്രിൽ 4-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വരികയായിരുന്നു. ഞാൻ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ഞാൻ വിചാരിച്ച എൻ്റെ അതേ ഡൊമൈനിൽ അതേ സാലറിയിൽ കുറച്ചുകൂടെ നല്ല കമ്പനിയിൽ മാനേജർ പോസ്റ്റിൽ മാതാവ് എനിക്ക് ജോലി വാങ്ങി തന്നു. എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എന്നെ കൈവിടത്തില്ല എന്ന്. എന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ലായിരുന്നു എൻ്റെ മാതാവും എൻ്റെ ഈശോയും. ഇപ്പോഴും കൈവിടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എന്നോട് അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഭവിച്ചു. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും മാതാവ് എല്ലാം വാങ്ങി തരട്ടെ. ഞാൻ ഉടമ്പടി എടുത്ത ആദ്യ നാൾ എനിക്ക് ഇവിടുന്ന് പത്രം തന്നു വിട്ടായിരുന്നു. അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. കാരണം എവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മാതാവ് തന്നെ പറഞ്ഞു, നീ കുറച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നീ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ആദ്യ പടിയായിട്ട് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി പത്രം കൊടുത്തു. അതേപോലെ തന്നെ ഡയാലിസിസിന് പൈസ കൊടുത്തു. വന്ന എല്ലാവരോടും കാരുണ്യമായിട്ട് പ്രവർത്തിച്ചു. എല്ലാ ആഴ്ചയുണ്ടായ 2 ഡയാലിസിസിന് പൈസ കൊടുക്കുന്നത് ഞങ്ങൾ ശീലമാക്കി. അത് ഞങ്ങൾ വീണ്ടും തുടരാനായിട്ട് പ്രതിജ്ഞയെടുത്തു. അതേപോലെ തന്നെ ഞാൻ വളരെ എൻ്റെ ആദ്യത്തെ സാലറി ഞാൻ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പഠനത്തിന് വേണ്ടി കൊടുത്തേക്കാമെന്ന് മാതാവിനോട് നേർച്ച തീർന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മാതാവിനോട് വാക്ക് നൽകി. ഉറപ്പായിട്ടും ഞാനത് പിന്നെ അതേപോലെ തന്നെ ഞാൻ 3 മാസത്തിൽ കൂടുതൽ അങ്ങനെയൊക്കെയായിരുന്നു കുമ്പസാരിക്കാറ്. തെറ്റ് ചെയ്യാനൊരു അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെങ്കിലും എന്നാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ഈ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാപങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാനും കൂടുതലായിട്ട് കുമ്പസാരിക്കാനും എപ്പോഴും കുർബാന കൊള്ളാനും ഈശോയോട് എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നെ തന്നെ ബലിയർപ്പിക്കാൻ ഉള്ള എല്ലാ അനുഗ്രഹവും എനിക്ക് തരണമേ, അതിനുള്ള പ്രാപ്തി എനിക്ക് തരണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. യെശയ്യാ 12:3-5 വരെ തിരുവചനങ്ങൾ. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ആർദ്ര ജോർജ് എന്ന ഈ മകൾ വളരെ സുരക്ഷിതമായ സാഹചര്യത്തിൽ തൻ്റെ കുടുംബവും തൻ്റെ തൊഴിലും ഒക്കെ കൊണ്ടുപോകുമ്പോഴാണ് അപചാരിതമായി കമ്പനി ക്ലോസ് ചെയ്യുന്നതും പ്രൊഫഷൻ നഷ്ടപ്പെടുന്നതും. അത് വലിയ സെറ്റ്ബാക്കാണ് കുടുംബത്തിന് നൽകിയത്. സഹോദരി പറഞ്ഞു, ജീവിത പങ്കാളി കുഞ്ഞിനെ നോക്കുവാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഫുൾ ടൈം ജോബ് ഉപേക്ഷിച്ച് പാർട്ട് ടൈമിൽ ജോലി ചെയ്യുന്നു. കാരണം നല്ല വേതനത്തോടു കൂടി മകൾക്ക് ഒരു മികച്ച ജോലി ഉള്ളതുകൊണ്ട് യാതൊരു തരത്തിലും അല്ലലുണ്ടാവില്ല എന്നാണ് കുടുംബം കരുതിയത്. ആകസ്മികമായി ഉണ്ടായ ഈ വലിയ ഒരു പ്രയാസത്തിലാണ് മകൾ ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ വന്ന് ഈ ഉടമ്പടി അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ എടുക്കുവാൻ തീരുമാനിക്കുന്നത്. അമ്മയുടെ അരികിലെത്തുമ്പോൾ ജീവിതത്തിന് മുൻപിൽ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെ, എവിടെ, ഏത് ദേശത്ത് ജോലി, കുടുംബം എങ്ങനെ ഒരുമിച്ച് പോകും, കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കും, ഒത്തിരി ചോദ്യങ്ങളുമായിട്ടാണ് മകളുടെ ജീവിതം അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് കണ്ണീരോടെ അമ്മയെ നോക്കി പറയുന്നത്, എൻ്റെ കുടുംബത്തെയും കുഞ്ഞിനെയും വിട്ടുപിരിയാതെ ജോലിയെടുക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എന്നെ നയിക്കണമെന്ന്. മകൾ പറയുന്നുണ്ട്, ഹൈ പ്രൊഫൈലായതുകൊണ്ട് എവിടെ CV കൊടുത്താലും അവിടുന്ന് ഇൻ്റർവ്യൂ വരുന്നുണ്ട്, തുടർച്ചയായി ഇൻ്റർവ്യൂ വരുന്നു. പക്ഷേ അത് വടക്കേന്ത്യൻ പട്ടണങ്ങളിലാണ് ജോലിക്കുള്ള സാധ്യത തുറക്കുന്നത്. ഡൽഹി, നോയിഡ, അങ്ങനെ എല്ലാ വടക്കേന്ത്യൻ പട്ടണങ്ങളിലും മകൾക്ക് ചെന്ന് ജോലിയെടുക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ തുറന്നു വരുന്നുണ്ട്. പക്ഷെ കുടുംബം വിട്ടിട്ട് പോകുവാൻ പറ്റാത്തതിൻ്റെ വിഷമവുമുണ്ട്. കുറച്ച് നാൾ കാത്തിരുന്നു. ജോലി മറ്റെങ്ങും ശരിയാകാത്തത് കൊണ്ട് അത് അങ്ങോട്ട് തന്നെ പോകുവാൻ തീരുമാനിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. എന്നിട്ടും മാതാവിൻ്റെ സന്നിധിയിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അമ്മ മാതാവേ, എനിക്ക് വേണ്ടി മറ്റാർക്കും ചെയ്തു തരുവാനാവാത്ത അത്ഭുതകരമായ പ്രവൃത്തി അവിടുത്തെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന്, ഉടമ്പടിയുടെ സാക്ഷിയായി ജീവിക്കേണ്ടതിന്, ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതിന്
എന്നെ സഹായിക്കണമേ എന്നാണ് മകളുടെ പ്രാർത്ഥന. മകൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് തൻ്റെ ജീവിതത്തിലൊരു കുറവുണ്ടായത്. തനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നല്ല സാഹചര്യവും നൽകിയിട്ട് എവിടെയാണ് എനിക്ക് ഒരു പാളിച്ച, അല്ലെങ്കിൽ എന്താണ് എനിക്കൊരു കുറവുണ്ടായത്. മകൾ തന്നെ ആ തിരുത്ത് കണ്ടെത്തുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ തിരിച്ചറിയുന്നു, എല്ലാം ദൈവം നൽകിയതാണ്. അതുകൊണ്ട് ദൈവം നൽകിയതിൻ്റെ ഓഹരി മറ്റുള്ളവർക്ക് നൽകുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരുണ്യ പ്രവൃത്തികളിൽ ഞാൻ വളരെ പുറകോട്ട് പോയിരുന്നു, അല്ലെങ്കിൽ ചെയ്യുവാൻ അങ്ങനെ തോന്നിയിരുന്നില്ല, സാഹചര്യം തോന്നിയിരുന്നില്ല. ഉടമ്പടിയാണ് നമുക്ക് പലപ്പോഴും കണ്ണു തുറക്കുന്ന പ്രവൃത്തികളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വഴിവെട്ടുന്നത്. അത് പ്രേക്ഷിത പ്രവർത്തനമാവാം, കാരുണ്യ പ്രവൃത്തികളാവാം. നമ്മൾ അന്ന് വരെ നിസ്സാരമായി കണ്ടത്, അന്ന് വരെ ആർക്കും ഒന്നും ചെയ്യേണ്ട എന്ന് കരുതിയത്, അന്ന് വരെ കരങ്ങളിൽ കിട്ടുന്നതൊക്കെയും എൻ്റേത് മാത്രമെന്ന്, എൻ്റെ മക്കൾക്കും കുടുംബത്തിനും മാത്രമുള്ളതെന്ന് നാം കരുതിയത്, അത് മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിന്, അവരുടെ കണ്ണീരിന്, അവരുടെ ഒരു ആശ്വാസത്തിന്, അവരുടെ രോഗത്തിന് സൗഖ്യത്തിന്, അവരുടെ പഠനത്തിൻ്റെ പുരോഗതിക്ക് അതിനുകൂടി ഉപകാരപ്പെടുന്നതാണെന്ന് നമുക്ക് തിരിച്ചറിവ് നൽകുന്നത് അമ്മയുടെ തിരുനടയിലുള്ള ഉടമ്പടി ജീവിതമാണ്. നമ്മളെ വല്ലാത്ത രീതിയിൽ അമ്മ മാതാവ് പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. ഇതുകൂടെ നീ ചെയ്യ്, ഇതുകൂടി നീ കൊടുക്കുന്നത് കൊണ്ടൊന്നും നിനക്ക് കുറവുണ്ടാവില്ലെന്ന മകൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ കൊടുക്കുവാൻ വേണ്ടി ഞാൻ തീരുമാനിച്ച് മാതാവിൻ്റെ അടുക്കൽ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി. മാതാവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ഉറപ്പുണ്ട്, ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ജീവിക്കുന്നു. ഇന്ന് വരെ ചെയ്യാതിരുന്ന പ്രവൃത്തികൾ, കാരുണ്യത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞാൻ നിരന്തരം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാന നിമിഷത്തിലെങ്കിലും എനിക്ക് അമ്മ മാതാവ് ഒരു കാര്യം ഒരുക്കി തരും. മകളത് സൂചിപ്പിച്ചു. സാക്ഷ്യകൂടാരത്തിൽ 7-ാം തീയതി പോകണം. എൻ്റെ ബാഗ് ഒന്നും ഞാൻ ശരിയാക്കിയില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട്, പോകണ്ടേ, എന്താ നീ ബാഗൊന്നും റെഡിയാക്കാത്തത്? അപ്പോഴും മകൾ പറയും, സമയമുണ്ടെന്ന് മകൾ പറഞ്ഞുകൊണ്ടാണ് ആ ദിവസവും പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് മകൾക്ക് ഈ പുതിയ ഇൻ്റർവ്യൂ വരുന്നത്. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും മികച്ച കമ്പനിയിൽ ഒരു ദിവസം തന്നെ മുഴുവൻ 4 ഇൻ്റർവ്യൂവും 2 എക്സാമിനേഷനും മകൾ തയ്യാറെടുക്കുന്നു. അവർ നീട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എൻ്റെ അമ്മ മാതാവ് എൻ്റെ കരങ്ങളിലേക്ക് വെച്ച് തരുന്ന ഈ ഇൻ്റർവ്യൂ അമ്മയാണ് നയിക്കുന്നതെങ്കിൽ എൻ്റെ ശാരീരികമായ തളർച്ചയോ എൻ്റെ ബൗദ്ധികമായ കുറവുകളോ ഒന്നും അവിടെ വിലപ്പോവില്ല, കാരണമാവില്ല. മറിച്ച് അമ്മ വേണ്ടത് ഒരുക്കി തരുമെന്ന പ്രത്യാശയോടെ മകൾ പറഞ്ഞു, രാത്രി 12 മണി വരെ ഞാൻ എൻ്റെ അവസാനത്തെ എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ രാത്രി 12 മണിയായി. അതുവരെ ഞാനതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ആ ജോലി മകൾ അടുത്ത ദിവസം ജോയിൻ ചെയ്യുന്നു. വലിയ അനുഗ്രഹം മകൾക്ക് ലഭിച്ചതിൻ്റെ സന്തോഷത്തോടു കൂടിയാണ് അടുത്ത ദിവസം ജോലി ക്ലിയർ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇവിടെ എത്തി. 17-ാം തീയതി മകൾ ജോലി ക്ലിയർ ചെയ്യുന്നു. മകൾ ജോലിക്ക് വേണ്ടി പ്രവേശിക്കുന്നു. ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തതിൻ്റെ അടുത്ത ദിവസം ആദ്യം വന്ന് നന്ദി പറയേണ്ടത് അമ്മയുടെ തിരുനടയിലാണെന്ന തിരിച്ചറിവോടുകൂടി ഓടിയെത്തി സന്തോഷത്തോടെ അമ്മയുടെ സന്നിധാനത്തിൽ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അവസാന നിമിഷം വരെയും നമുക്ക് വേണ്ടി ഏറ്റവും മികച്ചത് ഒരുക്കി തരുവാൻ അമ്മ മാതാവിന് സാധിക്കും. കാരണം സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. അസാധ്യതകളിൽ പുതിയ സാധ്യതകൾ തുറന്നു തരുന്ന അമ്മയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിനും അനുഭവത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.